നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 പാർട്ടിക്കാരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച സ്മാരകം നിർമ്മിച്ച CPM നേതൃത്വത്തിന്റെ നടപടി പരിഷ്കൃത സമൂഹത്തെ ആകെ ലജ്ജിപ്പിക്കുന്നതും ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിന് വെല്ലുവിളിയുമാണ്. 2015 പാനൂരിനടുത്ത് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി 2 പേർ മരിച്ചത്. സംഭവം വിവാദമായതോടെ പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞുവെങ്കിലും പിന്നീട് പാർട്ടി നേതൃത്വം ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചതും. തൊട്ടടുത്ത വർഷം തന്നെ ചെറ്റക്കണ്ടി രക്തസാക്ഷികൾ എന്ന പേരു നൽകി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞവരുടെ സംസ്കാര ചടങ്ങിന് ജില്ലാ സെക്രട്ടറി പങ്കെടുത്തത് പാർട്ടിക്കുള്ളിൽ വൻ വിവാദമായപ്പോൾ എതിരാളികളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നായിരുന്നു P. ജയരാജന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് രക്തസാക്ഷി ദിനാചരണവും നടന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. പക്ഷേ പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. അക്രമത്തിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നത് ഏത് പാർട്ടി നേതാവായിരുന്നാലും CPMൽ സ്ഥാനമില്ല എന്നാണ് ഈ കാണിക്കുന്നത്. ഹിംസയെ മഹത്വൽക്കരിക്കുകയും ഹിംസ ചെയ്യുന്നവരെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുകയാണെന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പരിപാടിയുടെ ഭാഗം തന്നെയാണ്. ചെറ്റക്കണ്ടി രക്തസാക്ഷികളുടെ സ്മാരക നിർമ്മാണം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നർത്ഥം. കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 CPMകാർക്കും പാർട്ടി രക്തസാക്ഷി സ്തൂപം നിർമ്മിച്ച് വർഷം തോറും ദിനാചരണവും നടത്താറുണ്ട്. ഇവർ മരിച്ചപ്പോഴും തള്ളിപ്പറയാൻ നടന്നിരുന്നുവെങ്കിലും പാർട്ടി പതാക പുതപ്പിച്ചാണ് സംസ്കരിച്ചത്. BJP നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മേക്കേരി UP സ്കൂളിന്റെ ക്ലാസ് മുറിയിലിട്ട് പൈശാചികമായി കൊല ചെയ്ത CPMകാരെ ജീവിക്കുന്ന രക്തസാക്ഷികളായാണ് CPM കണ്ടത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പാനൂരിനടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിനുള്ളിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് ഒരു CPMകാരൻ മരിച്ചപ്പോഴും ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന പ്രതികരണങ്ങളാണ് CPM നേതാക്കൾ നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലമായതിനാലും കടുത്ത ജനരോഷം ഉയർന്നതിനാലും ബോംബ് നിർമ്മാണത്തിന് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. അപ്പോഴും സമാന സംഭവങ്ങളിലേതുപോലെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും ഒക്കെ CPM നേതാക്കൾ മുന്നിലുണ്ടായിരുന്നു. മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തതെന്ന വിശദീകരണവും വന്നു. ഈ രക്തസാക്ഷിക്കും അധികം വൈകാതെ സ്മാരകം ഉയരും. ഹിംസയെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവിഭാജ്യ ഘടകമായി കാണുന്ന പാർട്ടിയാണ് CPM. നേതാക്കൾക്കും അണികൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാണ്. ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെയും TP ചന്ദ്രശേഖരന്റെയും കൊലപാതകങ്ങളിൽ കേരളം ഇത് കണ്ടതാണ്. CPMന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും നടന്ന TP വധക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന നുണ ആവർത്തിക്കുകയായിരുന്നു CPM ചെയ്തത്. എന്നാൽ കേസിലെ പ്രതികൾ പാർട്ടി അംഗങ്ങളും നേതാക്കളും ഉണ്ടായിരുന്നു. ഇവരെ ഒളിപ്പിക്കാനും കേസ് നടത്താനും ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജയിലിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാനും പാർട്ടി മുന്നിലുണ്ടായിരുന്നു. TPയെ കൊല്ലിച്ചവരെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് വന്നപ്പോൾ പാർട്ടി നേതാവായ പ്രതികളിൽ ഒരാളെ വളരെ തന്ത്രപൂർവ്വം അപായപ്പെടുത്തുകയെന്ന ആക്ഷേപമാണ് ഒടുവിൽ പുറത്തു വന്നത്. മൗനം കുറ്റസമ്മതം എന്ന പോലെ CPM നേതൃത്വം ഇതിനോട് പ്രതികരിക്കുകയുണ്ടായില്ല. ചെറ്റക്കണ്ടി രക്തസാക്ഷികളുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്ററാണത്രേ. മുൻഗാമിയായ കോടിയേരി തള്ളി പറഞ്ഞ കൊലയാളികളാണ് ഇവരെ നോർക്കണം. നാവ് വാടകയ്ക്ക് കൊടുക്കുന്നവരെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. നുണകൾ കൊണ്ട് നിർമ്മിച്ച നാവാണ് ഗോവിന്ദനെ പോലെയുള്ളവർക്ക്. ഹിംസയെ ന്യായീകരിക്കാനും വാഴ്ത്താനും ഇവർക്ക് യാതൊരു ലജ്ജയുമില്ല. ഈ സാംസ്കാരിക ശൂന്യതയ്ക്ക് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. ഇതിന് അന്ത്യമുണ്ടാവാതെ പ്രബുദ്ധ കേരളം സാധ്യമല്ല.